കെയർ അക്കാഡമിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. HST നോട്ടിഫിക്കേഷൻ ഈ വർഷം വരികയാണെങ്കിൽ അതിനു വേണ്ടിയിട്ട് ഡിഗ്രി യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷിക്കാൻ സാധിക്കുമോ എന്ന് ചോദിച്ചുകൊണ്ട് ധാരാളം ഉദ്യോഗാർത്ഥികൾ എന്നെ വിളിക്കാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് ഖാദർ കമ്മിറ്റി റിപ്പോർട്ടിനെ കുറിച്ചും അത് സമർപ്പിച്ച കാര്യങ്ങളെക്കുറിച്ചൊക്കെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പോൾ 12ാം ക്ലാസ് വരെയുള്ള വിദ്യാഭ്യാസം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് അതിനെക്കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ട് രൂപീകരിച്ച വിദഗ്ധ സമിതിയാണ് ഖാദർ കമ്മിറ്റി അല്ലേ? എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് അല്ലേ? ഖാദർ കമ്മിറ്റി റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ട്. ആ ഖാദർ കമ്മിറ്റി റിപ്പോർട്ടിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പുതിയതായിട്ട് പുതുതായിട്ട് ചേർത്തിട്ടുള്ളത് എന്നതിനെ കുറിച്ച് എല്ലാ ഉദ്യോഗാർത്ഥികളും കൃത്യമായിട്ടും അറിഞ്ഞിരിക്കണം. അപ്പോൾ ഖാദർ കമ്മിറ്റി റിപ്പോർട്ട് പ്രകാരം 1ാം ക്ലാസ് മുതൽ 7ാം ക്ലാസ് വരെയുള്ള ക്ലാസ്സുകളിലെ അധ്യാപകർക്ക് ബിരുദം യോഗ്യതയായിട്ട് ഉണ്ടായിരിക്കണമെന്നും അതുപോലെ തന്നെ പ്രൊഫഷണൽ അതായത് അധ്യാപകർക്ക് യോഗ്യത ഉയർത്തേണ്ടത് അത്യാവശ്യമാണ് എന്ന് മനസ്സിലാക്കിയതിന്റെ സാഹചര്യത്തിൽ ബിരുദത്തിന് ഒപ്പം തന്നെ ബിരുദ നിലവാരത്തിലുള്ള പ്രൊഫഷണൽ യോഗ്യതയും ആവശ്യമാണ് എന്ന് കൂടി ഖാദർ കമ്മിറ്റി കൂട്ടിച്ചേർത്തിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷമുള്ള സെക്കൻഡറി തലത്തില് ബിരുദാനന്തര ബിരുദം അടിസ്ഥാന യോഗ്യതയായിരിക്കണം. അതുപോലെ തന്നെ പ്രൊഫഷണൽ യോഗ്യത ബിരുദ നിലവാരത്തിലുള്ളതായിരിക്കണമെന്നും ഖാദർ കമ്മിറ്റി ഹയർ സെക്കൻഡറി തലത്തില് ഉണ്ടായിരിക്കണമെന്നും ഖാദർ കമ്മിറ്റിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ സമർപ്പിച്ച റിപ്പോർട്ട് പ്രാബല്യത്തിൽ വരികയാണ് എങ്കിൽ ബിരുദാനന്തര ബിരുദമില്ലാത്ത PG ഇല്ലാത്ത ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം പ്രസ്തുത നോട്ടിഫിക്കേഷന് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കില്ല എന്നുള്ള ഒരു സ്ഥിതിവിശേഷമാണ് വരാൻ പോകുന്നത്. അപ്പോൾ ഖാദർ കമ്മിറ്റി റിപ്പോർട്ട് പ്രാബല്യത്തിൽ വന്നില്ല എങ്കിൽ ഈ വർഷം വരുന്ന നോട്ടിഫിക്കേഷനിൽ ഡിഗ്രി യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾക്കും പഴയ പോലെ തന്നെ ഡിഗ്രി യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾക്കും അതിലേക്ക് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതാണ്. അല്ലാത്ത പക്ഷം ഡിഗ്രിക്കാർക്ക് എഴുതാൻ പറ്റില്ലാത്ത ഒരു സാഹചര്യമാവും ഉണ്ടാകാൻ പോകുന്നത്. വിദ്യാഭ്യാസ നിലവാരം മെച്ചപ്പെടുത്തണമെങ്കിൽ അധ്യാപകരുടെ നിലവാരവും മെച്ചപ്പെടുത്തണമെന്ന് മനസ്സിലാക്കിയ സാഹചര്യത്തിലാണ് ഇങ്ങനെ ഒരു വിദഗ്ധ സമിതിയെ നിയോഗിക്കുകയും അതിനെക്കുറിച്ച് വിശദമായിട്ട് പഠിച്ച ശേഷവുമാണ് ഇങ്ങനെയൊരു റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുള്ളത് എന്നാണ് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള നിലപാടുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ PG ഇല്ലാത്ത ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം HST നോട്ടിഫിക്കേഷനുകളിൽ അപേക്ഷ സമർപ്പിക്കാൻ വയ്യാത്ത ഒരു സാഹചര്യമായിരിക്കും ഇനി ഉണ്ടാവാൻ പോകുന്നത്. അപ്പോൾ ധാരാളം ഉദ്യോഗാർത്ഥികൾ ചോദിക്കുകയുണ്ടായി, സാറേ എങ്ങനെയാണ് ഇതിന്റെ സാഹചര്യം വരാൻ പോകുന്നത്, ഡിഗ്രിക്കാർക്ക് അപേക്ഷിക്കാൻ പറ്റില്ലേ? ഇങ്ങനെ ധാരാളം ഉദ്യോഗാർത്ഥികൾ ചോദിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഇങ്ങനെ ഒരു ക്ലാസ് അറേഞ്ച് ചെയ്തത്. അപ്പോൾ അത് പ്രാബല്യത്തിൽ വന്നാൽ ഒത്തിരിയേറെ കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. അത് പ്രാബല്യത്തിൽ വരാൻ നിയമം ഭേദഗതി ചെയ്ത് അതിനെക്കുറിച്ച് അതെല്ലാം തന്നെ അതിനു വേണ്ടിയിട്ടുള്ള നടപടികളൊക്കെ ക്രമീകരിച്ചതിന് ശേഷം നടപടികളൊക്കെ പൂർത്തിയാക്കിയതിന് ശേഷം മാത്രമേ നമുക്ക് ഈ നിയമങ്ങൾ പ്രാബല്യത്തിൽ വരാൻ സാധിക്കുള്ളൂ. അത് ഒരു പക്ഷേ ഈ വർഷം വന്നില്ല എങ്കിൽ ഡിഗ്രിക്കാർക്ക് ഒരിക്കൽ കൂടി എഴുതാനുള്ള അവസരം ഉണ്ടാവുന്നതാണ്. വന്നാൽ PGക്കാർക്ക് മാത്രമേ എഴുതാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ് എല്ലാവരും മനസ്സിലാക്കേണ്ടത്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ് വളരെ വ്യക്തമായിട്ട് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, പരമാവധി എല്ലാവരിലേക്കും എത്തിച്ചു കൊടുക്കണം. ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞു നിർത്തട്ടെ. നന്ദി, നമസ്കാരം.